വിശക്കണു. നീ ഇവിടെ ഇരിക്കും. ചേട്ടൻ പോയി ചുമട് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. കൊണ്ടുപോയി. കൂലി നിന്നാ നീ കൂലി മേടിച്ചു തന്നെ പോകും. കാറിന്റെ ബമ്പറും കളഞ്ഞു പോരാതെ കൂലി വേണത്തെ. പോടാ.
ഞങ്ങൾ അങ്ങ് തൃക്കണ്ണാപുരത്തുനിന്ന് വരുക. വിശന്ന് പ്രാണം പോകുന്നു. ഒരു നേരത്തെ ആഹാരം തന്നാ പുണ്യം കിട്ടും. മീൻ വെട്ടി കഴിയട്ടെ, പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. എന്നാൽ ഞാനും കൂടി സഹായിക്കട്ടെ? ഒരു ലക്ഷം മീനും കൂടെ മതിയടി. നിന്റെ തുറന്ന വായ നടയ്ക്കും. എന്തിനാ ശകാരിക്കുന്നത്? വിശന്നിട്ടല്ലേ? ഈ തീറ്റപ്പണ്ടത്തിന്റെ സ്ഥാനത്ത് ഒരാഞ്ചെറുക്കനായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അലയേണ്ടി വരുമായിരുന്നു. എന്താ നാടുവിടാൻ കാരണം? 3 നേരവും പട്ടിണി. ഒരു കൂര ഉണ്ടായിരുന്നത് പെരുമഴയെ തൊലിച്ചുപോയി. പ്രായമായ ഈ പെണ്ണിനെയും കൊണ്ട് ഒരു ജോലി പോലും ഇല്ലാതെ എങ്ങനെ ജീവിക്കാനാ? ഇവിടെ വന്നാൽ അണക്കെട്ടിൽ ജോലി കിട്ടുമെന്ന് പലരും പറഞ്ഞു. എന്റെ പൊന്നുമോളി ഞങ്ങളെ ഒന്ന് സഹായിക്കും. എന്ത് ജോലി ആയാലും മതി. എന്റെ ചേട്ടന് അണക്കെട്ടിലെ ജോലി. വിഞ്ചു ഓടിക്കുന്ന ആളാ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. മോരുണ്ടോ? എന്താ ഇതിനു മുമ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? ചേട്ടൻ വന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതാണ് എന്റെ ചേട്ടൻ. ഏതാ പെണ്ണ്? കമലാക്ഷി എന്ന പേര്. അവരും അമ്മയും ജോലി തേടി വന്നതാ. കഷ്ടം. അവരുടെ കഥ കേട്ട് ഞാൻ കരഞ്ഞുപോയി. നീ അല്ലെങ്കിൽ എന്തിനാ കരയാത്തെ? ആ പെണ്ണിനെ കണ്ടിട്ട് ആളല്പം പിശകാണെന്ന് തോന്നുന്നു. അയ്യോ, വെറും പാവമാ ചേട്ടാ. നിനക്കങ്ങനെ അറിയാം? നീ എന്തിനാ പരിചയമില്ലാത്തവരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നേ? വിശക്കുന്നു പറഞ്ഞു. ഞാൻ വിളിച്ചു ചോറ് കൊടുത്തു. ഉണ്ട ക്ഷീണത്തിന് മയങ്ങിപ്പോയി. ആ പെണ്ണിന്റെ ഭാവം കണ്ടല്ല അവള് വീട്ടുകാരി ഞാൻ വിരുന്നുകാരനാണെന്ന് തോന്നുന്നു. ചേട്ടാ, നമ്മുടെ പഴയ വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? കാര്യം മനസ്സിലായി. ഇവരെവിടെ താമസിപ്പിക്കണമെന്നായിരിക്കും. ഒരു കാലത്ത് നമ്മളും അനാഥരായിട്ടല്ലേ വന്നത്. അത് ഓർക്കുമ്പം. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അണക്കെട്ടിൽ കൂലിവേലയ്ക്ക് ആളെ എടുക്കുന്നുണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞാൽ ഇവരെ കൂടി. ആ, ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് ആ പെണ്ണിന്റെ കല്യാണം കൂടി നടത്തി വെക്കാം. എന്താ? നീ പറഞ്ഞാൽ ഈ ചേട്ടൻ കേൾക്കാതിരിക്കും. നിന്റെ മുഖത്ത് കണ്ണിലേടാ റാസ്കൽ. എന്റെ പൊന്നു വാസുണ്ട്, എന്നെ അടിക്കല്ലേ. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഓക്കോ. സൈക്കിളിന്റെ പുറത്ത് നീ കയറണ്ട. സൈക്കിൾ നിന്റെ പുറത്ത് കയറട്ടെ. പറഞ്ഞ മനസ്സിലായില്ലേ? സൈക്കിൾ എടുത്ത് തലയെ വയ്ക്കാൻ. മോള് കരയണ്ട. പഞ്ചസാര ഇല്ലാതെ വീട്ടിൽ ചെന്നാ ചിറ്റമ്മ എന്നെ കൊല്ലും. സാരമില്ല. ഈ രൂപ കൊടുത്ത് വേറെ പഞ്ചസാര വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി. ആ,
വള്ളം നിർത്ത, വള്ളം കരക്കടിപ്പിക്കടാ, ഞാനും വരുന്നുണ്ട്. ഒന്ന് വേഗം അടുപ്പിക്കടാ. ലക്ഷ്മിക്കുട്ടി, നീ എങ്ങോട്ടാ? അമ്പലത്തിൽ പോന്നു. നേരെ വെളുത്ത ഊരി വിറ്റാൻ ഇറങ്ങി. കല്യാണം കഴിച്ചവനടിച്ച് പുറത്താക്കിയിട്ട് അമ്പലത്തിൽ പോന്നു. എവളൊക്കെ എന്റെ മാട്ടനായിരുന്നു, ആടിക്കാൻ എല്ലൊടിക്കാൻ. എന്താടാ എന്ന് താളം തല്ലുന്നേ? വേഗം വിട്. നീ എങ്ങോട്ടാ പോന്നെ? ചന്തയ്ക്ക്. ആരാണ് അയാൾ? വാസുവണ്ണൻ. വാസു? അതെ, വാസുവണ്ണനെ അറിയാത്തവരായി ആരാ ഈ നാട്ടിലുള്ളത്? ഓഹോ, ഞാനിവിടെ പുതിയ ആളാണ്. അങ്ങനെ വരട്ടെ, വാസുവണ്ണൻ വിഞ്ച് ഓപ്പറേറ്ററാ. ഐ സി. എത്ര മതി ചോറുണ്ടടാ ശങ്കുണ്ണി? ആ എണ്ണി വിഷമിക്കണ്ട, നീ കയറ്. ബഹളം വയ്ക്കാതെ ഓരോരുത്തരായിട്ട് കയറ്. സീതേ, നീ എങ്ങോട്ടാ? ആശുപത്രിക്കോ? നിന്റെ കൊച്ചിന് ഗൃഹിണിയാണെന്ന് കേട്ട് സുഖമുണ്ടോ? കയറ് കയറ് കയറ്. നീ എങ്ങോട്ടാ തോമാച്ചാ? ആലയോട്ടെ. ഞാൻ എന്റെ പെമ്പിടെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. നിങ്ങൾ തമ്മിലും കിണങ്ങിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊള്ളാം കൊള്ളാം. തണുപ്പ് കാലമല്ലേ വരുന്നത്, ഉഷ്ണകാലമാകുമ്പോ അവളെ അങ്ങോട്ട് ചെന്ന് വിടാം. കച്ചവടത്തിന് നിനക്ക് തന്നെ ലാഭം. അയ്യോ, വാസുവണ്ണനാണ്. ഇനി ഞാൻ അവളെ തല്ലുകയില്ല, വീട്ടിൽ കൊണ്ട് വിടുകയില്ല. എനിക്ക് നിനക്ക് തന്നെ കൊള്ളാം. എടാ തോമാച്ച, ഓ, എന്റെ വീട്ടിലൊരു തള്ളയും മോളും വന്ന് കൂടിയിട്ടുണ്ട്. നമ്മുടെ പെങ്ങളുടെ സംരക്ഷണയിൽ കഴിയുക. ആ സൂപ്പർവൈസറോട് പറഞ്ഞു ജോലി അണ്ണന്റെ പേര് പറഞ്ഞ ആ സൂപ്പർവൈസറെ മുട്ടിടിക്കും, പിന്നെ അനുസരിക്കാണ്ടിരിക്കൂ. ഞാൻ ഏറ്റു. കേറ്. ട്രോളി താഴോട്ടാണ് പോകുന്നത്. ട്രോളി താഴോട്ടാണ് പോകുന്നതെന്ന്. എന്താ സാറ് വരുന്നുണ്ടോ? ഓ, ഇതിൽ തീരെ സ്ഥലമില്ലല്ലോ. താഴെ പോയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ തിരിച്ചു വരും. ആരെല്ലാമാണ് അകത്തിരിക്കുന്നത്? ട്രോളിക്കകത്തിരിക്കുന്ന ആരൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. സാർ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ പുതിയതായി മാറി വന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പേര് രവീന്ദ്രൻ. നമസ്കാരം സാർ. സാറിനെ എനിക്ക് മനസ്സിലായില്ല. സാർ നേരത്തെ വന്നു, നാളെ വരുമെന്നാണ് ഓഫീസിൽ പറഞ്ഞത്. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ട്രോളിക്കകത്തിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. സാർ, ഇവരെല്ലാം ഈ നാട്ടുകാരാണ്. ട്രോളി താഴോട്ട് ഒഴിഞ്ഞു പോകുന്നതുകൊണ്ട്. ഓഹോ, അപ്പോഴിവരെല്ലാം പവർ ഹൗസിലെ ജോലിക്കാരല്ല? അല്ല. അവരോട് ഇറങ്ങാൻ പറയൂ. സാർ പറയുന്നതനുസരിക്കും. സാർ, സ്ത്രീകളും രോഗികളും ഒക്കെ ഉണ്ട്. ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്തുകൂടി. ഇതൊക്കെയല്ല ജീവിതത്തിൽ എന്താ സാർ മിച്ചം കിട്ടുന്നത്? മരിച്ചു പോകുമ്പോ സാറും ഞാനും യാതൊന്നും കൂടെ കൊണ്ടുപോകില്ലല്ലോ. ഉപദേശം ആവശ്യമില്ല. ഈ ട്രോളി സ്റ്റാഫിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അവരെ ഇറക്കി വിടും, അവർ നടന്നു വയ്ക്കുള്ളൂ. എന്താ എല്ലാം കുറ്റിയടിച്ചോലെ കയറിയിരിക്കുന്നേ? ഇറങ്ങി പുറത്ത്. സാറ് പറഞ്ഞു കേട്ടില്ലേ, ഉദ്യോഗസ്ഥന്മാര് കയറിയാലേ ട്രോളി ഉരുളൂന്ന്. ഇറങ്ങി പുറത്ത്. ഇറങ്ങടാ. പെട്ടെന്നിറങ്ങടാ പന്നി. എന്താ, പോകാമോ? പോകാം.
അറേ ട്രോളി പോവില്ല, മെഷീൻ റിപ്പയർ, നടന്നു പോയിക്കോ. അത് തന്നെ ഞാനും പറഞ്ഞത്. അതാ ഒരു ജീപ്പ്. ആരും കാണുന്നില്ലല്ലോ. നമുക്കൊന്ന് കയറി നോക്കാം. വേണ്ടടി, നമ്മൾ കയറിയിരിക്കുമ്പോ തന്നെ അത് ഓടിയാലോ. ഓടി മണ്ടി. സ്റ്റാർട്ട് ചെയ്യാതെ എങ്ങനെ ഓടുന്നത്? എന്റെ ചേട്ടൻ ഭംഗിയായിട്ട് ഓടിക്കും. എന്നാ നീ ഒന്ന് ഓടിച്ചു നോക്ക്. ഒന്നും പതുക്കെ കയറടി. ഞാനാണ് ഡ്രൈവർ, നീ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ. നിനക്ക് എവിടെ പോണം? എനിക്ക് നെടുമങ്ങാട്ട് പോണം. നിനക്ക്? എനിക്ക് നെയ്യാറ്റിൻകര പോണം. ശരി, പോവാം. അയ്യോ, നീയാണ് ഡ്രൈവർ അല്ലേ? നീയാണ് കണ്ടക്ടർ. വണ്ടി എങ്ങോട്ടാ പോകുന്നത്? എന്നെ കൂട്ടിട്ട് കൊണ്ടുപോകാമോ? ഒരല്പ സ്ഥലം മതി, ഞാൻ ഒതുങ്ങിയിരുന്നോളാം. അയ്യോ, കരയാൻ മാത്രം ഇവിടെ എന്തുണ്ടായി? കുട്ടിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? വീട്ടിൽ. എവിടെയാ വീട്? പവർ ഹൗസിന്റെ അടുത്ത്. അതെ, ഞാനും ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ജീപ്പ് എന്റെ സ്വന്തമാണ്. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, ഈ ഡ്രൈവർ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു തരണം. ആ, Darling ông gái, darling ông nó mai trên đời അണ്ണപ്പിടി നിക്ക് വെട്ടിയിടട്ടെ. എടോ മേസ്ത്രി, ലൈസൻസ് ഇല്ലാതെ നോക്കിയാലുണ്ടല്ലോ കണ്ണ് ചുഴഞ്ഞെടുത്ത് കളയും. തന്റെ അമ്മയുടെയും പെങ്ങളുടെയും ദേഹത്തുള്ളതൊക്കെ തന്നെയാ എന്റെ ദേഹത്തുള്ളത്. ഞാനിപ്പോ പറഞ്ഞത് ആരും കേട്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടാലുണ്ടല്ലോ അത് 10 പേരറിയും. അത് തനിക്ക് നാണക്കേടുവാ. പൊതിച്ചോറ് 1 രൂപ, പങ്കേക്കന്റെ പൊതിച്ചോറ് 1 രൂപ, 1 രൂപ, 1 രൂപ, പൊതിച്ചോറ് 1 രൂപ, ചോറ് 1 രൂപ, പൊതിച്ചോറ് 1 രൂപ, ചോറും സാമ്പാറും ചമ്മന്തിയും കൂടെ 1 രൂപ, 1 രൂപ, 1 രൂപ. ആ ഒരു പൊതി 1 രൂപ, 1 രൂപ. മോളെ, ഇതുകൂടെ നീ കഴിച്ചു. വേണ്ട, അമ്മ കഴിക്കേ.
വാസുവിന്റെ ലീവ് ലെറ്ററാണ്. ഓഹോ. അവൻ മഹാ അഹങ്കാരിയാണ് സാറേ. മേലധികാരികളോട് ഒരു ബഹുമാനവുമില്ല. ലീവ് വേണമെങ്കിൽ അവൻ ഇവിടെ വന്ന് സാറിനോട് പറഞ്ഞുകൂടെ? വാസുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. അട്ടെ, അവൻ ആളെങ്ങനാ? മഹാ അലവലാതിയാണ് സാറേ. ചെറുപ്രായത്തിൽ അനിയത്തി പെണ്ണിനെയും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ വന്നതാ. എച്ചില് നിന്നും തല്ലുകൊണ്ടും വളർന്നു. പിന്നെ ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ച് ഈ നിലയിലെത്തി. അപ്പോൾ അവൻ പ്രയത്നശാലിയാണെന്ന് അർത്ഥം. പരദൂഷണം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല സാർ. എന്നാലും പറയണം. അവന്റെ അനിയത്തി പെണ്ണ് ജാനു ഒരു പാവമാണ് സാർ. പക്ഷെ ഈ ദ്രോഹി അവളെ തിരിഞ്ഞു നോക്കത്തില്ല. അവൻ കള്ളും കുടിച്ച് കണ്ടവനെയും തല്ലി നടക്കും. ആ പെണ്ണ് വീട്ടിൽ പട്ടിണി കിടക്കും. ആ പെണ്ണിന്റെ കാര്യം കഷ്ടമാണല്ലോ. വാസു കണ്ടവനെ കുടിക്കുമല്ലേ? ഒറ്റ ഇരിപ്പിന് 5ഉം 6ഉം കുപ്പി കള്ളു കുടിക്കും. ഇവനെ നിലയ്ക്ക് നിർത്താൻ ഈ നാട്ടിൽ ആരുമില്ലേ? എല്ലാവർക്കും അവനെ പേടിയാ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തന്നെ അവൻ ആരെയും അടിക്കും. മഹാഭാസനല്ലേ. സ്ത്രീ വിഷയത്തിലും പടപ്പിശക. സമയം കിട്ടിയ പെണ്ണുങ്ങളുടെ പിന്നാലെ കൂടും. ഇതെല്ലാം സഹിക്കാം. ദൈവത്തിനെ നിന്ദിക്കുന്നതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ഇന്നാളൊരു ദിവസം ഞാൻ നോക്കുമ്പോ അവൻ അമ്പലത്തിന്റെ നടയിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നു. കേൾക്കാൻ പോലും ലജ്ജ തോന്നുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട് സാർ. പക്ഷെ സാറിനോട് അതൊന്നും പറയാൻ കൊള്ളത്തില്ല. അവന്റെ അഹങ്കാരം തീർക്കണമെങ്കിൽ സാർ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. മേലധികാരികളെ അനുസരിക്കുന്ന മര്യാദക്കാരനായ ഒരാളെ പകരം നിയമിക്കണം. എന്റെ അനിയനൊരു ചെറുക്കൻ SSLC പാസ്സായി വീട്ടിൽ വെറുതെ നിൽക്കുക. ഓഹോ. ആട്ടെ, നമ്മുടെ ഓഫീസിൽ അനുജന്മാരില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഉണ്ടോ? എന്താ സാർ? വാസുവിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങളാണ് എനിക്കറിയേണ്ടത്. വാസുവിനെ പോലുള്ള ധിക്കാരികളെ എനിക്കിഷ്ടമല്ല. നിങ്ങളെപ്പോലുള്ള കൈമണിക്കാരെ എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് പോകാം. ജാനു, വാസുവിനെ ഒരുത്തിനെ പിടിച്ച് തല്ലോട് തല്ല്. അയാളിപ്പോ ചത്ത് കാണും. എവിടെ? ആ പങ്കേതിന്റെ ചായക്കടയുടെ നടയില്. അതൊന്നും ചെയ്യല്ലേ, അയാളെ കൊല്ലല്ലേ. അയ്യോ, ഇതെന്തൊരു ദേഷ്യമാ. അയ്യോ അയ്യോ, നിർത്തുന്നേ. ഓ, തോന്നണ്ട, പാട്ടിന് പോടും. ഓ ദൈവമേ. പിടിച്ചു മാറ്റാൻ വന്നിരിക്കും. അയ്യോ, നിർത്തുന്നേ. അവനെ ശ്ശോ. ആ, എനിക്ക് അറിഞ്ഞൂടാ അവൻ എന്തെല്ലാം പറഞ്ഞിടുന്നെന്ന്. അയ്യോ, അയ്യോ, പിടി, കൊച്ചാവനെ പിടിയടാ. അവനെ കൊന്നിട്ട്. ഓ, എടി ശീലാവതി, കൊച്ചണ്ണൻ പാവം, ഒരു ചായ കൊടുക്ക. കൊച്ചണ്ണ, എന്നാ ചായ കുടിക്ക. ആരെങ്കിലും തല്ലുന്നെങ്കിൽ ഇങ്ങനെ തല്ലട്ടോ. ആ നോണയന്റെ എട്ട് തല്ലി ഊടിക്കളഞ്ഞു. ഇനിയിപ്പം എല്ലാം പെറുക്കി എടുത്ത് ആണി അടിച്ച് ഉറപ്പിക്കണം. കാറ്റ് വാക്കിൽ എനിക്കും ഒരെണ്ണം കിട്ടി. ഞാൻ നക്ഷത്രകാലം എണ്ണി പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങള് കഥ അറിയാതെ ആട്ടം കാണുമായിരുന്നു. വാസുണ്ണൻ ഇതിന് അയാളെ തല്ലിയത്. നമ്മുടെ പുതിയ എഞ്ചിനീയർ ഇല്ലേ, ലോ പോയിന്റ്, അയാളോട് ഈ തെണ്ടി എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ കള്ളുപിടിയനാണ്, പെണ്ണുപിടിയനാണ്, ജോലി ചെയ്യാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവനാണ്. അവൻ അങ്ങനെ പറഞ്ഞു എങ്കിൽ ബാക്കിയുള്ള എല്ലാം കൂടി ഊരി എടുക്കേണ്ടതായിരുന്നു. ഞാനും എന്റെ അനിയത്തിയും തെണ്ടി തിരിഞ്ഞാണ് ഇവിടെ വന്നതെന്ന്. അവനാ തെണ്ടി. ഞാനും എന്റെ പെങ്ങളും അനാഥരായിട്ടാണ് ഈ നാട്ടിൽ വന്നത്. അല്ലാന്ന് ആര് പറഞ്ഞു? അതിനൊന്നും അല്ല ഞാൻ അവനെ അടിച്ചത്. എന്റെ പെങ്ങളെ, എന്റെ ജാനുവിനെ പട്ടിണി കിട്ടിട്ട് ഞാൻ ഊരൂറ്റി നടക്കുകയാണെന്ന് അവൻ പറഞ്ഞു. അതെനിക്ക് സഹിച്ചില്ല. ഞാൻ ജീവിക്കുന്നതിന് അവർക്ക് വേണ്ടിയല്ലേ. ഞാൻ അവളെ ഒരു നേരമെങ്കിലും പട്ടിണി കിട്ടതായിട്ട് നിങ്ങൾക്കറിയാമോ? അവൾ പട്ടിണി കിടക്കുന്ന ദിവസം എന്റെ ശവം ഈ ആറ്റിലൂടെ ഒഴുകും. ഇടിച്ച് തവിട് പൊടിയാക്കളഞ്ഞു സാർ. ഇടത്തെ കയ്യിൽ മാത്രം 3 ഒടിവുകളുണ്ട്. അയാൾക്ക് 1 മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും.
പങ്കിയൊക്കെ അഷ്ടമിരോഹിണിക്ക് ഉത്സവക്കട തുടങ്ങുന്നുണ്ടോ? ഉറിയടി കാണാൻ ഒരുപാട് പേര് വരില്ലേ? ആ എനിക്കേ ഇപ്പൊ ഉള്ള ഉത്സവമൊക്കെ മതി. ഇപ്രാവശ്യത്തെ ഉറിയടിക്ക് ഈ കരയിൽ നിന്ന് ആര് ജയിക്കുമെന്ന് അറിയാമോ? വാസുവണ്ണൻ ജീവിച്ചിരിക്കുമ്പോ ഈ കരയിൽ നിന്ന് ആരും ജയിക്കാൻ നോക്കണ്ട. ഞാൻ ഇത്തവണ എങ്ങനെയാ ജയിച്ചത് നിങ്ങൾക്കറിയാം. എന്റെ മനസ്സിൽ വിരോധമുള്ള പലരെയും മനസ്സിലോർത്ത് ഉരുളിട്ട് ഒറ്റയാടി. ഇനിയും പലരും എന്റെ തനിനിറം മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചേട്ടാ 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 ഇത് ഞാനാ, പേടിക്കണ്ട. എനിക്ക് ഉറക്കം വരുന്നു. ചേട്ടാ പുറത്ത് പാല് പോലത്തെ നിലാവ്. വരൂ ചേട്ടാ. എന്തിനാ? ഒന്ന് പതുക്കെ. ഉറക്കെ പറഞ്ഞാൽ എന്താ? കഴുത, ഈ കുന്തത്തിനെയാണല്ലോ ഞാൻ പ്രേമിച്ചത്. ഒരു ഡിവറ്റ് പാടാൻ പോലും സമ്മതിക്കത്തില്ല. ചേട്ടാ ചേട്ടൻ സ്കൂൾ മാസ്റ്റർ സിനിമ കണ്ടിട്ടില്ലേ? ഇനിയും എന്നിണ കിളിക്കെന്തു വേണം, എന്തു വേണം, ഇനി എന്തു വേണം, ഈ രാത്രി വെളുക്കാതിരിക്കണം. ഈ ചീലു എന്നെ ഉറങ്ങാൻ സമ്മതിക്കണില്ല. ആശം. എടീ എന്തെടുക്കുവാടി? പട്ടി കുറയ്ക്കുന്ന കേട്ട് ചങ്കുണി ചെണ്ണ ഉണന്നു. അപ്പൊ ഞാനും ഉണന്നു. നീ ഉറങ്ങത്തില്ല, ആ ചെറുക്കനെ ഉറക്കത്തില്ല. ഒന്നെങ്കിൽ അവന് വിവരം വേണം, അല്ലെങ്കിൽ അവക്ക് വിവരം വേണം. ഇത് രണ്ടിനും ഇല്ല. മുഖത്ത് നോക്കല്ലേ, എനിക്ക് നാണം വരും. എന്റെ ചങ്കുണ്ണി ചേട്ടൻ ഇങ്ങനൊന്നും നടന്നാ പോരാ. ഒരു പൊടിമീശ വെക്കണം. പിന്നെ
മുടി വളർത്തി ക്രോപ്പ് ആക്കണം, നല്ല മുണ്ട് ഷർട്ടും വേണം, സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം, എന്നിട്ട് എന്നിട്ട് എന്നെ കല്യാണം കഴിക്കണം. സാറിന്റെ കല്യാണം ഉടനെ നടക്കും. ജാനുവിന് മുഖലക്ഷണം അറിയാമോ? അതല്ല, കോവിലിലെ മീന് പൊരി കൊടുക്കുന്നവർക്ക് വളരെ വേഗം കല്യാണം നടക്കുമെന്ന് ഈ നാട്ടിൽ എല്ലാവരും പറയുന്നു. അത് കൊള്ളാമല്ലോ. മത്സ്യങ്ങൾക്ക് പൊരികൊടുക്കുന്ന എല്ലാവരും വേഗം കല്യാണം കഴിക്കും അല്ലേ? അതെ. അവിടെ നോക്ക്. സ്പെഷ്യൽ ചായ. വാസുവേട്ടൻ ഒരു സ്പെഷ്യൽ ആംപ്ലേറ്റ് കൊണ്ടുവരട്ടെ. വേണ്ട വേണ്ട, നിന്റെ ഓംലെറ്റ് ഒക്കെ ശങ്കുണ്ണി കൊണ്ട് കൊടുത്താൽ മതി. ഇതിലേ പോയി. ഓഹോ, ഇവിടെ വന്നോ ലോ പോയിന്റ്? ആ ശംഖുപിള്ളയുടെ മോടെ കല്യാണമാ. അല്ലേ, കല്യാണത്തിന് വാസുകുട്ടനെ വിളിച്ചില്ലേ? ഈ മുക്കിലിട്ടല്ലേ കഴിഞ്ഞ മാസം അവന് തൂത്തു വാരിയത്. എന്നാലും ഈ നാട്ടിൽ വാസൊന്നില്ല അതൊരു കല്യാണം നടക്കാനോ? ഇന്നലെ വന്ന് എഞ്ചിനീയറെ സ്വീകരിച്ചുകൊണ്ട് പോയി. വാസുകൊണ്ടിന് ഒരു കുറിപ്പടി പോലും കൊടുത്തില്ല. അതാ നാസരക്കാര് പോന്നേ ഉള്ളൂ. ഇവര് ചെല്ലുന്നത് വരെ എഞ്ചിനീയർ അദ്ദേഹം വായിക്കുമായിരിക്കും. മണിക്കരെ ഇങ്ങ് വാ. ഒന്ന് അനങ്ങി വാടോ, വാസൊന്നും വിളിച്ച് കേട്ടില്ല. മേളതാളങ്ങളോട് എങ്ങോട്ടാണാവോ എന്നുള്ളത്? ഒരു കല്യാണമായിരിക്കും പോവാന്നേ. അതിനു മുമ്പ് ഇവിടെ ഒരു ആവർത്തനം വായിച്ചിട്ട് പോകും. എഞ്ചിനീയർ ആദ്യം വരുന്ന കല്യാണമാ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ആവർത്തനം വായിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. ഒരു രാഗം ഒന്ന് വായിച്ചിട്ട് പോണം സാർ. മുഹൂർത്തത്തിന് സമയമായി വാസുകുഞ്ഞെ. വായിക്കണം സാർ. ഇനി ഒരു ദിവസം വന്ന് ഫുൾ ഡേ വായിച്ചു തന്നേക്കാം. വായിക്കണം. എന്തൊരു അക്രമം കാണിക്കുന്നത്? ഈ നേരം ചോദിക്കാനും പറയാൻ ആളില്ലെന്നോ? അവിടെ മുഹൂർത്തത്തിന് നേരമായി ഇവിടെ പിള്ളേര് കളിയോ? ആ ശരി, കല്യാണത്തിന് വായിച്ച എത്ര രൂപ കിട്ടും? 50 രൂപ. 50 രൂപ എച്ചിക്കാശ്. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് നിങ്ങൾ തന്നെ മേളം. ഞാൻ 150 രൂപ തരും. ആ എന്നാ പിടിച്ചോ, അഡ്വാൻസ് 10 രൂപ. വെക്കോ വെക്കോ. എങ്ങനെയിരുന്നു മേളം? ഹലോ, ഇതാരും നമ്മുടെ മീൻകറിയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യേ, ആ മീശയും കൂടെ അങ്ങ് എടുത്തു കളാ. എന്തൊരു വൃത്തിയോടെ. എന്റെ മുമ്പ് ബ്ലേഡ് ആയിരിക്കുന്ന പറഞ്ഞേക്കാം. ഈ പെൺകൊച്ചിനെ കെട്ടിച്ചയക്കണ്ടേ? അങ്ങനെയാണെന്നും പറഞ്ഞ് ഷേവും ചെയ്ത് ചട്ടമ്പി ചമഞ്ഞ് നടന്നാ മതിയോ? നീയല്ലേ വീപ്പക്കുറ്റിയെ പോലെ വീർത്തിരിക്കുന്നത്. ആദ്യം നിന്റെ കല്യാണം നടത്ത്. എന്റെ അനിയത്തിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ, എന്റെ കാര്യം മിക്കവാറും ശരിയായിരിക്കോ? അവന്റെ കഷ്ടകാലം സാർ വിളിക്കുന്നു. എന്നെയോ? അതെ, സൗകര്യം പോലെ ഒന്ന് കാണാമെന്ന് പറ. കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ പറഞ്ഞത്. എങ്കിൽ പിന്നെ ലോ പോയിന്റ് പോലെ തന്നെ കാര്യം നടക്കട്ടെ. വാ പോ. ഏതേ
ഗുഡ് മോർണിംഗ് സാർ. കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതായിട്ട് അറിഞ്ഞു. നീ വളരെ കൂടുതൽ സംസാരിക്കുമെന്ന് എനിക്കറിയാം. നിന്റെ കയ്യൂക്കിന് ഭയന്ന് പലരും അത് കേട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കും, നീ കേട്ട് നിൽക്കും. നീ എന്താ നിന്നെ പറ്റി ധരിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല. പിന്നെ സാറിന് നിർബന്ധമാണെങ്കിൽ. സ്റ്റോപ്പ് ഇറ്റ്. എന്ത് നടന്നിട്ടാണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശബ്ദിച്ചു പോകരുത്. നീ ആരാണ്? ഈ പ്രോജക്റ്റിലെ ചീഫ് എഞ്ചിനീയർ, അതോ ഈ ഡിസ്ട്രിക്റ്റിലെ കളക്ടർ? അന്ന് ആ വർക്ക് സൂപ്രണ്ടിനെ തല്ലി, കല്യാണത്തിന് വായിക്കാൻ പോയ നാസുരക്കാരനെ വഴിയിൽ പിടിച്ചു നിർത്തി, ചോദിക്കാൻ വന്നവന്റെ കരണത്തടിച്ചു. ഇതൊക്കെ വലിയ സാമർഥ്യമാണെന്നാണോ എന്റെ വിചാരം? അതോ നിന്നെ എതിർക്കാൻ ഈ നാട്ടിലാരും ഇല്ല എന്ന ധിക്കാരമോ? അങ്ങനെയുള്ള വിചാരമൊന്നും എനിക്കില്ല. ഡോണ്ട് ടോക്ക്. ഈ നിന്റെ നിലമറന്നാണ് ജീവിക്കുന്നത്. വിവാഹപ്രായമായ ഒരു അനുജത്തി നിനക്കുണ്ട്. അവളുടെ ഭാവിയെ ഓർത്തെങ്കിലും ഉള്ള ജോലിയും നോക്കി ഈ മദ്യപാനവും പ്രവൃത്തിത്തരവുമെല്ലാം നിർത്തി മര്യാദയെ ജീവിക്കാൻ ശ്രമിക്കണം. മേലാൽ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ കണ്ടിട വന്നാൽ തീർച്ചയായും നിനക്കെതിരെ ഞാൻ നടപടിയെടുക്കും. ഓർമ്മയിരിക്കട്ടെ. പോയിക്കൊള്ളൂ. അപ്പുറത്ത് പൈപ്പുണ്ട്, ആ മുഖം കഴിയിട്ട് പോകും. ഇയാൾ ഉപദേശിച്ചിട്ട് വേണം ഇനി മുഖം കഴുകാൻ. എടി ശീലാവതി, ചങ്കുണ്ണിയല്ലേ ഏതാ വരുന്നത്? അയ്യേ, ചേട്ടൻ വരുന്നു. ചോച്ചുകുട്ട എവിടെ? നിന്നോടാ ചോദിച്ചത്. ചോച്ചുകുട്ട എവിടെയെന്ന്. കൊണ്ടുപോയി ചോറ് മുഴുവൻ വിറ്റോ? എന്നിട്ട് കാശെവിടെ? കാശെവിടെയെന്ന്. വരുന്ന വഴി വാസവണ്ണം 10 പേരോട് ഒറ്റയ്ക്ക് നടിക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് വന്നു. ആഹാ, പിന്നെ ശബരിമലയിൽ ശരംകുത്തിയാലിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. വലിയ പിടി ചെറിയ പിടി, വലിയ പിടി ചെറിയ പിടി. എനിക്ക് ബോധം വീണപ്പോ കൈ ചോറ്റൂട്ടയില്ല, പോക്കറ്റ് രൂപയില്ല. നിന്നെ ഞാൻ ഇന്ന് ശരിപ്പെടുത്തും. ഒന്നും രണ്ടൊന്നുമല്ല, 24 പൊതിച്ചോറാ തന്നയച്ചത്. എവിടെയാ? അയ്യോ അമ്മേ, ശങ്കുണ്ണിച്ചേട്ടനെ തല്ലല്ലേ. 24 പൊതിച്ചോറാണോ അതോ എനിക്ക് ശങ്കുണ്ണിച്ചേട്ടനോടുള്ള സ്നേഹമാണോ അമ്മയ്ക്ക് വലുത്? വല്ല തല്ലിപ്പൊളി സിനിമയും കണ്ടിട്ട് അതിന് സിനിമാ നടികൾ പറയുന്ന കൊച്ചു വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ചേട്ടാ, ചേട്ടൻ വരൂ. ഈ സ്ത്രീക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല. ആരാണ് ഇതിന്റെ സ്ത്രീ? പെണ്ണായാൽ ആഭിജാത്യത്തിലെ ശാരദയെ പോലെ ഇരിക്കണം. സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം എല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോകണം. എന്ത് ചെയ്യാം, മധുവിനുള്ള തന്റെ ഇടം എന്റെ ശങ്കുണ്ണിച്ചേട്ടൻ ഇല്ലാതെ പോയി. ആ ചായ വരണം പങ്കിയേക്കാം. അയ്യോ എന്റെ ചേട്ടാ, ചേട്ടൻ എന്താ ഇത്ര ശ്രദ്ധിക്കാത്തത്? ഇങ്ങനെയാണോ ബട്ടൺസ് ഇടുന്നത്? രാവിലെ ഞാൻ ഭംഗിയായിട്ടിട്ട് തന്നതല്ലേ. എടി എടി എടി, ആടാതെ അകത്ത് പോകുന്നുണ്ടോ? വന്നിരിക്കുന്നതിനെ രൂപ 24 തൊലച്ചിട്ട് വന്നിരിക്കുന്നത്. ചേട്ടാ, എളുപ്പം കഴിച്ചു വാ, ഇല്ലെങ്കിൽ കൂട്ടാനൊക്കെ ആര് പോവും. ഇന്ന് എന്തൊക്കെ ഉണ്ടെന്നറിയാവോ? വെട്ടിച്ചേമ്പ് അവിയല്, നത്തോലി മാങ്ങയും കൂടെ പറ്റിച്ചത്, പിന്നെ നമ്മുടെ കമലാക്ഷി ചേച്ചിയുടെ വക സ്പെഷ്യൽ ഒന്നാന്തരം അയലക്കറി. ഒന്ന് എഴുന്നേക്ക് കേട്ടാ, അറിയാ പിന്നെ എന്തിനു കൊള്ളാം. എനിക്ക് വിശപ്പില്ല. എല്ലാം എടുത്തോണ്ട് പോ. എന്തിനായിട്ടാ കള്ളം പറയുന്നത്? അടുത്ത് വന്നിട്ട് വയറ് കരിഞ്ഞ് മണം വരുന്നു. ഞാൻ പറയുന്നത് എനിക്കൊന്ന് ചോറ് വേണ്ട. ഇങ്ങനൊരു കുഴിമടിയൻ. എഴുന്നേറ്റ് പോയി കൈ എഴുതാൻ വയ്യല്ലേ? സാരമില്ല, ഞാൻ കുഴിച്ചുതരാം. നീ പോണേ. ഇത് നല്ല കൂത്ത്. ഇന്നെന്താ കൊച്ചു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിക്കുന്നത്? വേഗം ചോറ് കഴിച്ച, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ചോറ് വേണ്ട, തേങ്ങ കൊലയും വേണ്ട. നീ എന്തിനാ പെണ്ണെ വെറുതെ കരയുന്നത്? നിന്റെ ചേട്ടനെ ഒരെല്ലാം കൂടുതലാ.
തടിമിടുക്കുള്ള ഒരു പെണ്ണ് ഭാര്യയായിട്ട് വരുമ്പോൾ അവളതങ്ങ് ഊരിയെടുത്തോളും. പോയി മുഖം കഴുകു. ചേട്ടനും കൊള്ളാം, അനിയത്തിയും കൊള്ളാം. അയ്യോ, കള്ളാണെങ്കിൽ ഒരു 6 കുപ്പി, പട്ടയാണെങ്കിൽ ഒരു 400 മില്ലി. കേറിപ്പോയ ആ ലക്ഷണം കണ്ടിട്ടേ ദേഷ്യം മാറിയ മട്ടില്ല. നീയും കൂടെ വീർപ്പിച്ച് കെട്ടിയിരിക്കാൻ അകത്ത് നിന്ന് ചോര വിളമ്പിക്കൊടു. ഞാൻ പോണു. ഓ, വായട്ടാ, ചോറിന എഴുന്നേക്കേട്ടോ. ഓർമ്മ വച്ചതിൽ പിന്നെ ഈ ചേട്ടൻ നിന്റെ ദേഹത്ത് ഒരു മണ്ണ് പോലും നുള്ളിയിട്ടിട്ടില്ല. ഇന്ന് ഞാൻ നിന്നെ തല്ലി, നീ എന്നെ തല്ലിക്കോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് ദേഷ്യം വരും. ഞാൻ വഴക്ക് പറയും. നീ എന്നെ വഴക്ക് പറയണം. എന്നെ സ്നേഹിക്കാനും ശകാരിക്കാനും നീയല്ലാതെ മറ്റാരുമില്ല. കണ്ട പട്ടികളൊക്കെ എന്നെ വഴക്ക് പറയുമ്പോ ഞാൻ തല കുനിച്ചെന്ന് കേൾക്കുന്നത് നിന്നെ ഓർത്ത് മാത്രമാണ്. ആരാ ചേട്ടന് വഴക്ക് പറഞ്ഞത്? ആ എഞ്ചിനീയർ രവി. അല്ലാതെ അവൻ ഇന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ആ ദേഷ്യത്തിലെല്ലാം മറന്നിരുന്നപ്പോഴാണ് നീ ചോറും കൊണ്ടുവന്നത്. അതാണ് ഞാൻ എല്ലാം തട്ടിയെറിഞ്ഞു. ഈ കയ്യ്, നശിച്ച കയ്യ്. ദേഷ്യം തണുത്തപ്പോ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ജാനിമോളെ അടിച്ചല്ലോ ഓർത്തപ്പോ പോയി ചത്തുകളയാണെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് പോയി നിറയെ കുടിച്ചു. സാരമില്ല, വന്ന് ചോറും വെച്ച് കിടന്നുറങ്ങിക്കോ. ഞാൻ വരത്തില്ല, പോ. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് ചോറും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പൊന്നിയേട്ടനല്ലേ, ഒന്ന് ചോറ് കഴിക്ക്. ജാനു, ജാനു, ഇതെന്തൊരു ഉറക്കമാ? ഇതെവിടുന്ന ഈ മീൻ? പുതുവെള്ളം വന്ന സമയമല്ലേ, ഞാൻ വെളുപ്പിന് എണീറ്റ് പോയി. 5-6 നല്ല ചൂര കിട്ടി. 2 എണ്ണം വേണമെങ്കിൽ നീ എടുത്തോ, നമ്മുടെ ചട്ടം പേത്തിയത്തിന് പൊരിച്ചു കൊടുക്കാം. ചേച്ചി കൂട്ടാൻ വെച്ചിട്ട് തന്നാ മതി. അയ്യോ, നിന്റെ കാലിൽ ആരാ പെണ്ണെ ചങ്ങലയിട്ടത്? എന്തൊക്കെ പറഞ്ഞാലും ആങ്ങളയ്ക്ക് പെങ്ങളോട് സ്നേഹമുണ്ട്. ഏതായാലും രാവിലത്തെ കോള് കൊള്ളാം. അപ്പൊ ഞാൻ പോട്ടെ. ചുട്ടു തിന്നുന്ന മീനിന്റെ സ്വാദൊന്ന് വേറെ തന്നെയാ. ജാനു ഇതിനു മുമ്പ് മീൻ ചുട്ടു തിന്നിട്ടുണ്ടോ? ഉണക്കയിലെ ചുട്ടത്
ചീനിപ്പുഴുക്കിന്റെ കൂടെ തിന്നിട്ടുണ്ട്. ഉണക്കമീൻ ചുടുന്നത് വെറും സാധാരണമാ. ചുട്ടു തിന്നണമെങ്കിൽ കരിമീൻ, കാരി, വരാലി ഇതൊക്കെ തന്നെ ചുട്ടു തിന്നണം. ഒന്ന് നിർത്ത്. തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചൊരു സാധനം. വെറുതെ കുശുമ്പ് പറയുന്നത് എന്തിനാ? വയറ് നിറയെ തിന്നാനും വേണം ഭാഗ്യം. നിന്നെ കല്യാണം കഴിക്കുന്ന ഭാഗ്യദോഷി മീൻ വാങ്ങിച്ചെന്നെ കുത്തുവാള എടുക്കും. താൻ അവിടെ മിണ്ടാതിരിക്കുന്നു. ശാലമീൻ തനിക്കും തരാം. എന്താ വിളിച്ചത്? താനെന്നോ? പിന്നല്ലാണ്ട് എന്തോ വിളിക്കണം? മഹാരാജ വന്നോ? ഞാനൊരു മഹാരാജാവാണടി. എന്നാല് ഞാൻ മഹാറാണിയാ. രണ്ടു കൊട്ട കല്ല് വന്നപ്പോഴത്തേക്കും പെണ്ണിന് വന്നൊരു അഹങ്കാരം. എന്റെ തല കൊണ്ടല്ലേ ഞാൻ കല്ല് ചുമന്നത്. ഓഹോ, ആ ജോലി മേടിച്ചെന്നതിന്റെ പത്രാസ് ആയിരിക്കും. ഇതെന്തൊരു കഷ്ടമാ. രണ്ടുപേരും കൂടെ കണ്ടുപോയ തുടങ്ങും വഴക്ക്. ഈ നാട്ടിലെ ഒരേ ഒരു ചട്ടമ്പി നിന്റെ ചേട്ടൻ മാത്രമാണെന്ന അയാളുടെയും ചിങ്കിടിമാരുടെയൊക്കെ വിചാരം. ഞാനും സ്ഥലത്തെ ഒരു വലിയ ചട്ടമ്പിയാ. ചട്ടമ്പി ഒറ്റ ചവിട്ട് വെച്ചിരുന്ന നീ ഒരു കൊല്ലം കഴിഞ്ഞ് എണീക്കൂ. ആ പിന്നെ. അയ്യോ, ആ മീൻ കരിഞ്ഞെന്നാ തോന്നുന്നത്. അയ്യോ, എടാ ശങ്കുണ്ണി, ചോറ് പൊതികളെല്ലാം ഭദ്രമായി കൊടുത്ത് രൂപ സൂക്ഷിച്ച് മേടിച്ചോണ്ട് വരണം കേട്ടോ. ചീലു, ചിങ്ങരിച്ചോണ്ട് നിൽക്കാതെ ചെറുക്കനെ വേഗം പറഞ്ഞയക്കണം. ഞാൻ ചന്തയിൽ പോയിട്ട് വരാം. കട സൂക്ഷിച്ചു നോക്കണേ. ചേട്ടാ നിക്ക് ചേട്ടാ. എന്താ എത്ര ധൃതി? അയ്യേ, തലമുടി ഇരിക്കുന്ന കേട്ടോ. അയ്യോ, ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു ചേല്. ചേട്ടാ, ചേട്ടനൊരു പ്രേം നസീറോ മധുവോ ശിവാജി ഗണേശനോ ഒക്കെ ആയി തീരണോന്ന എന്റെ ആഗ്രഹം. അയ്യോ, എനിക്ക് പോണം. വാസുണ്ണം വിദ്യ തഴോട്ടുണ്ടോന്ന് സമയമാ. ചേട്ടാ, എനിക്കൊരു സമ്മാനം തന്നിട്ട് പോകും. സമ്മാനമോ? അയ്യേ, അതും അറിയില്ലേ? ഇങ്ങനെ ഒരു തിരുമണ്ടൻ. ചേട്ടാ, ചേട്ടന്റെ ശമ്പളം എല്ലാം കൂടെ ഒരുമിച്ച് തരാൻ അമ്മയോട് പറയണം. അതെല്ലാം കൂടെ ചേർത്ത് ഒരു മുറുക്കാൻ കട തുടങ്ങണം. സ്വന്തം കാലിൽ നിന്നിട്ട് വേണം എന്നെ കെട്ടാൻ. കൈവിടെ, ഞാൻ പോട്ടെ. എന്താ, വേലയൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ടോ അതോ ഉഴപ്പാണോ? അടിയനെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം. ചോറ് തരുന്നത് ഈ തൊഴിലാണെന്ന കാര്യം മറക്കരുത്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കൊച്ചമ്മ പറയും പോലെ തന്നെ. ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ഒരാഴ്ചത്തേക്ക് ചെലവിനുള്ളത് ഇന്നലെ കൊണ്ട് കിട്ടി. അതുകൊണ്ട് ഇന്നൽപ്പോ സൊള്ളിക്കളയാന്ന് വിചാരിച്ചു. ആ, എന്നാ നെല്ലിക്ക. ഇയാൾക്ക് വലിയ ഇഷ്ടമില്ലയോ? ഇയാള് താൻ നിന്റെ വിളി കുറെ അതിരി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും വിളിക്കാനൊക്കാത്ത പരുവത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക. നീ എന്നെ മെനക്കെടുത്താൻ വേണ്ടി തന്നെ വന്നിരിക്കുക. എണീറ്റ് പോ. കണ്ണുരുട്ടി കാണിക്കണ്ട. ഇത് കൊണ്ടൊന്നും വിരളുന്നവളല്ല കമലാക്ഷി. ഒന്ന് പോയി തൊലയടി അശ്രീകരമേ. ഏതേ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് മര്യാദയായിട്ട് സംസാരിക്കണോ? നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ എനിക്ക് ഞാൻ പരിപാടിയിലായത് തന്നെ. ഏത് നേരത്താണോ ആ നല്ല സ്ത്രീക്ക് നിന്നെ പ്രസവിക്കാൻ തോന്നിയത്? അവർക്ക് പ്രസവ വേദന വന്നപ്പോൾ പ്രസവിച്ചു. താക്കോലോടെ വയ്ക്ക്. എടിയെ താക്കോലോടെ വയ്ക്കാൻ. ഇത് ഞാൻ എടുക്കുന്ന എടിയെ താക്കോലോടെ വയ്ക്കാൻ. ഇന്ന് തലയാടിച്ചു പൊട്ടിക്കും. അത് തന്നെ ഒന്ന് കാണണമല്ലോ. എടി കാലമാടിന്റെ മൂത്ത മോളെ, ആ താക്കോലിങ് വന്നിട്ട് പോടി. നിന്റെ കൈ ഞാൻ മുറിക്കും. മനസ്സില്ല, കൊണ്ടുപോയി കേസ് കൊടു. എടിയെ താക്കോലിങ് തരാനാ പറഞ്ഞേ. എടി താക്കോൽ വെള്ളത്തിൽ പോ. ഇനിയും എടുക്കുന്നതൊന്ന് കാണണമല്ലോ. നിനക്ക് കാണണമല്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു.
വാസു എവിടെ? വാസു എവിടെയെന്ന്? അരമണിക്കൂറായി ഞാൻ ബെല്ല് കൊടുക്കുന്നു. എന്താ ട്രോളി വരാൻ താമസിച്ചത്? എഞ്ചിൻ അല്പം റിപ്പയർ ആയിരുന്നു സാർ. കള്ളം പറയരുത്. തന്റെ വേഷം കണ്ടാൽ അറിയാൻ താൻ ആറ്റിൽ കുളിക്കാൻ പോയതാണെന്ന്. സാർ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരി, താൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ എന്തിനു സ്വിച്ചിട്ട് വിഞ്ച് ഓപ്പറേറ്റ് ചെയ്തു? നാട്ടുകാർ ജോലി ചെയ്യുന്നു, താൻ ശമ്പളം പറ്റുന്നു അല്ലേ? സാർ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. വിശദീകരണമൊന്നും വേണ്ട. ഒരു കുട്ടി അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ട്രോളി അന്വേഷിച്ചത്. ബെല്ല് കൊടുത്തിന്റെ വിരലൊടിഞ്ഞത് മിച്ചം. ഒരു വഴിപോക്കൻ ട്രോളി ഓപ്പറേറ്റ് ചെയ്യുന്നു, ഡ്യൂട്ടി സമയത്ത് താൻ ആറ്റിൽ നീരാടുന്നു. ബേഷ്. നിന്നോട് ആര് പറയണ്ട വിഞ്ച് സ്റ്റാർട്ട്? വന്നേക്ക് നോസിന് പിഞ്ചിക്കാരൻ. മോദി നീയാണ് ഇതിനെല്ലാം കാരണം. നിന്നെ ഞാൻ ഇതിനടിച്ചിരിക്കുന്നേ. നീ എന്തിനാ വന്ന എടുത്ത പൊങ്ങാത്ത പാത്രത്തിൽ പിണ്ണാക്ക് കളിക്കുന്നേ? മാറേക്ക്, ഞാൻ എടുക്കാം. എന്നോട് ആര് പറഞ്ഞ ട്രോളി സ്റ്റാർട്ട് ചെയ്യാൻ? അയ്യോ, വാസുണ്ണ അടിക്കില്ല. എഞ്ചിനീയർ സാറേ എന്നോട് ജോലിക്ക് അയച്ചു. ഈ കവർ വാസുണ്ണ തരാൻ പറഞ്ഞു. സാർ, എന്താണിത്? 10 ദിവസത്തേക്ക് തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് മനസ്സിലായി. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്നാ മനസ്സിലാകാത്തെ? ആ വിവരം അതിലുണ്ടല്ലോ. ഡ്യൂട്ടി സമയത്ത് വിഞ്ച് ഹൗസിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെ കാരണം. എനിക്കൊരു തെറ്റ് പറ്റി. അതിന് സാറിനെ വഴക്കം പറഞ്ഞു. അതിനുശേഷം ഈ കടലാസ് അച്ചടിച്ച് തന്നിട്ട് എന്തായിരുന്നു സാർ കാര്യം? സാർ, ജോലിക്ക് വന്ന നാൾ മുതൽ സാറിന് എന്നെ കണ്ടുകൂടാ. തുടക്കം മുതലേ തന്റെ പോക്കും ശരിയായിരുന്നില്ല. ജോലി കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ? അപ്പോൾ ഞാൻ സ്ഥലം മാറി വന്നതിന് ശേഷമാണോ വാസു തെറ്റ് ചെയ്യാൻ തുടങ്ങിയത്? സാർ, സാറിന് എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ദേഷ്യമാണ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. സാർ, എനിക്ക് ഏറ്റവും വലുത് എന്റെ അഭിമാനം. അത് പോയാൽ പിന്നെ എനിക്ക് 2 അതിരുകളേ ഉള്ളൂ. മേലെ ആകാശം, താഴെ ഭൂമി. അതിന് വാസുവിനെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലല്ലോ. 10 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തെന്ന് മാത്രം. 11-ാം ദിവസം ജോയിൻ ചെയ്തോളൂ. ആ വിഞ്ച് ഹൗസിൽ മറ്റൊരുത്തിന് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നാളെ ഞാൻ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ആളുകൾ എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാസുവിന് പോകാം. സാറ് വിചാരിച്ചാൽ ഈ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ സാധിക്കും. ഐ സെഡ് യു ക്യാൻ ഗോ. താൻ അത്ര വലിയ മേലാവൊന്നും ആവണ്ട. ആ വിഞ്ച് ഹൗസിൽ മറ്റൊരുത്തൻ ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. തന്നെ ഞാൻ കാണിച്ചിരുന്നു. കൊള്ളാം. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അമ്പലത്തിൽ പോണ്ടേ? ചേട്ടനെ ഇതുവരെ കണ്ടില്ല. നിന്റെ ചേട്ടനെ ആരും പിടിച്ച് തിന്നത്തില്ലടി. വേഗം വാ, അമ്മൻ കൊടുത്തിന് സമയമായി. എഴുന്നേക്ക്. നിക്കിലവിടെ. അപ്പൊ ഭാഗം വാസുവിന് ജോലി നിന്നും സസ്പെൻഡ് ചെയ്തു. വാസുവിന് കള്ളം കൊടുത്തിട്ട് അങ്ങോട്ട് പോയിരിക്ക. ഈ വാസു ജീവിച്ചിരിക്കുമ്പോ ഏത് പട്ടിക്കേറാൻ റോഡിൽ തൊടാൻ ധൈര്യം? അവന്റെ കഴിഞ്ഞ വെട്ടികളെ
ഇപ്പോഴെങ്ങനെയുണ്ട്? ഇതേവരെ ബോധം വീണിട്ടില്ല. ഹോമിയോ ഡോക്ടർ വന്ന് കുത്തിവെച്ചു. ഇടത്തെ കൈ 3 ഒടിവുണ്ട്. ഏതായാലും ഈ നിലയിൽ വാസുവിനെ കിടത്തുന്നത് ശരിയല്ല. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേഗം വേണം, ഞാൻ ജീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണനോടൊരു വാക്ക് ചോദിക്കാതെ മരിക്കാൻ പോകുന്ന ആളിനെ രക്ഷപ്പെടുത്താൻ അയാളുടെ അനുവാദം ആവശ്യമില്ല. പറയുന്ന അനുസരിച്ചാൽ മതി. ജാനുവിടെ നിൽക്കും. ആശുപത്രിയിലേക്ക് 30 മൈലോളമുണ്ട്. അവിടെ യാതൊരു സൗകര്യം ഉണ്ടായിരിക്കില്ല. വാസുവിനെ ഞാൻ നോക്കിക്കൊള്ളാം. ഒട്ടും വിഷമിക്കില്ല. ഞാനും കൂടി വരാം സാർ. കണ്ണ് തുറന്നു നോക്കുമ്പം എന്നെ കണ്ടില്ലെങ്കിൽ ചേട്ടൻ വിഷമിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ജീപ്പ് വെച്ച് വിളിപ്പിക്കാം. സമാധാനമായിരിക്കും. കമലാക്ഷി, ജാനുവിനെ ആശ്വസിപ്പിക്കും. വാസുവിന് തീരെ സുഖമില്ല. ചികിത്സയും വിശ്രമവും കൂടിയേ കഴിയൂ. നിങ്ങൾ എന്തിനിവിടെ വന്നു? നിങ്ങൾ എന്റെ ജീവിതം തകർത്തു, എന്നെ നശിപ്പിച്ചു. വാസു എന്തു പറഞ്ഞാലും ഇപ്പോൾ ഞാൻ കേൾക്കും. ഈ സന്ദർഭത്തിൽ വാസു ഇഞ്ച് ഓപ്പറേറ്ററും ഞാൻ എഞ്ചിനീയറുമല്ല. നമ്മൾ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ? അയ്യോ അമ്മ. എനിക്ക് പേടി തോന്നുന്നു ചേച്ചി. ഇത്രയും ദിവസമായിട്ടും ചേട്ടന് ഒരു കുറവുമില്ല. എന്നാര് പറഞ്ഞു? നല്ല കുറവുണ്ട്. നീ സമാധാനമായിരിക്കും. ആശുപത്രിയിലോട്ട് എന്നാൽ 2 മണിക്കൂറിൽ കൂടുതൽ അവിടെ നിൽക്കാൻ എഞ്ചിനീയർ അദ്ദേഹം സമ്മതിക്കത്തുമില്ല. എത്ര നല്ല മനുഷ്യൻ. നിന്റെ ചേട്ടന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി മാത്രമാ അദ്ദേഹം അവധിയെടുത്തിരിക്കുന്നത്. എല്ലാം വിധി പോലെ നടക്കും. ഈശ്വരൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ പിടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഐ ആം റിയലി സോറി മിസ്റ്റർ രവി. വാസുവിനെ രക്ഷിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. വാസുവിന്റെ ജീവനാണ് പ്രധാനം. മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഡോക്ടറുടെ തീരുമാനത്തിൽ വിടുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? വിഷമിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു പ്രധാന കാര്യം, സ്നേഹമുള്ളവരെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ വാസുവിന്റെ മനോവിഷമം കൂടുകയുള്ളൂ. 1-2 ആഴ്ചയ്ക്കകം വാസു ആശുപത്രി വിടും. അതുവരെ ജാനു ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറയുന്ന കേൾക്കും. വാസുവിനോട് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പോകും.
സാരമില്ല മോളെ, സാരമില്ല. ഏത് നശിച്ച സമയത്താണോ ആ ഇബിലീസിന് ഇവിടെ സ്ഥലം മാറ്റം വാങ്ങി വരാൻ തോന്നിയത്? ആ ദ്രോഹി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. സഹായിക്കാനാണെന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി എന്റെ അണ്ണന്റെ കയ്യും മുറിച്ചു വിട്ടു. എന്നാലും വാസുവണ്ണന്റെ ഈ കുത്തിയിരിപ്പ് കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്നു. വാസുവണ്ണന് ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ ജോലി ചെയ്ത് വാസുവണ്ണനെ രക്ഷിക്കും. എണീക്കടാ, എണീക്കാൻ. നീ എന്താ പറഞ്ഞത്? വാസുണ്ണനെ രക്ഷിക്കുമെന്നു? അതായത് നീയൊക്കെ എനിക്ക് ഭിക്ഷ തരുമെന്ന്? നിന്റെയൊക്കെ ഓശാരം വാങ്ങാൻ എന്റെ പട്ടി വരൂടാ. ഓടാ അവിടുന്ന്, പോനാ പറഞ്ഞ്. അവന്മാരുടെ ഒരു സഹതാപം. എനിക്കും എന്റെ ജാനുവിനും വേണ്ടി പണിയെടുക്കാൻ ഒരു കൈ എനിക്ക് ധാരാളം മതി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങിയാ മതിയോ? നീ അല്ലേ ഇതിനെല്ലാം കാരണം. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരെണ്ണം ജനിച്ചല്ലോ ഭഗവാനെ. അങ്ങോട്ട് നോക്ക്, ഒരു രണ്ട് കാര്യം നടന്നു വരുന്നു. ആരാ അത്? ഈറ്റ പൊതിയുന്നത് ഉള്ളിലെ ആളുകൾ കൂടിയിരിക്കുന്നത്. അയ്യോ അമ്മേ, കമൽഹാസനെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ആക്ടറാ. ചെറുതായാലെന്ത് വലുതായാലെന്ത്, ആക്ടർ ആക്ടർ തന്നല്ലേ. ഇവിടെ ഓട്സ് കിട്ടുമോ? ഒരു ഫർലോങ് അങ്ങോട്ട് പോയാൽ ഒന്നാന്തര ഓട് ഇഷ്ടിയം കിട്ടും. കൺട്രികൾ വൈറ്റ് ഓട്സ് കുടിക്കുന്നത്. ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ ഒന്നാന്തരം മാറ്റിയാറാൻ കിട്ടും. സാർ, ഇവിടെ സ്പെഷ്യൽ ടീ ഉണ്ട്. സ്പെഷ്യൽ ആണോ? ആ, എന്നാ ഒരു ഗ്ലാസ് നോക്കാം. അമ്മ ഒന്ന് വേഗം എടുക്ക്. സാർ ഏതൊക്കെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? 200 പടം കഴിഞ്ഞു. എന്റെ ഭഗവതി, 200 പടവും! സ്വാമി അയ്യപ്പനിൽ അഭിനയിച്ചിട്ടുണ്ടോ? കൊള്ളാം, പിന്നില്ലേ സ്വാമി അയ്യപ്പനിൽ ബേബി സുമതി ഒരു പാട്ട് പാടുന്നില്ലേ? തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. ആ പാട്ടിന്റെ ആ സമയത്ത് 10 പേർ തൊഴുതു നിൽക്കുന്നതിൽ മൂന്നാമത് നിൽക്കുന്നത് ഞാനാ. അയ്യോ, സ്വാമിയപ്പൻ ഞാൻ 10 പ്രാവശ്യം കണ്ടു. അല്ല സാറേ, ഈ സിനിമയിൽ അഭിനയിച്ചാലേ ഒത്തിരി രൂപ കിട്ടുമോ? ഞാനിപ്പോഴൊരു പടം 50,000 രൂപയ്ക്ക് സൈൻ ചെയ്തതേ ഉള്ളൂ. 50,000? എടീ, നോയിക്കൊണ്ട് നിൽക്കുന്നു. സാറിനെ വാഴക്കപ്പെടുത്തു കൊടുക്ക.
വാസുവിന് ഇപ്പോഴെങ്ങനെയുണ്ട്? അകത്തുണ്ട്, വിളിക്കാം. ഉപദ്രവിക്കണ്ട. ജാനു, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ തികച്ചും നിരപരാധിയാണ്. സാറിനെ പറ്റി ഞങ്ങൾക്കറിയാം. ഇല്ല, വാസുവിന് എന്നെ ഒട്ടും അറിയില്ല. ജാനുവെങ്കിലും എന്നെ മനസ്സിലാക്കണം. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് കയറിയിരുന്നട്ടെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ആഹാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. കൊള്ളാം. ഞാൻ വാസുണ്ണനോടൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? ഞാൻ സ്വന്തമായിട്ടൊരു മുറുക്കാൻ കട തുടങ്ങി. ആ, എവിടെ? നമ്മുടെ പങ്കിയേക്കന്റെ ചായക്കടയുടെ അടുത്താ. ഞാൻ പുറത്തു പോയി തുടങ്ങട്ടെ, പിന്നീട് വരാം. അപ്പൊ ഞാൻ പോട്ടെ. നീ നന്നായി വരും. ചേട്ടാ, ഇതൊന്ന് പിടിച്ചു തന്നേ. ഇവിടെ ആരാ സിഗരറ്റ് വലിക്കുന്നത്? ശീലു, ശീലു. ചേട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ കണ്ടതേ ഇല്ലല്ലോ. ഞാൻ ഇട്ടോളാം, നീ വെക്കോ. പോവോ, മാറിക്ക്. ഞാൻ ഈ പാന്റ് ഒന്ന് ഇട്ടോട്ടെ. എന്തിനാ ഈ പങ്കപ്പാട് പെടുന്നത്? പട്ട ഞാൻ ഇട്ടുതരാം. ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ. ഒറ്റ കൈയും വെച്ചോടെ നാണിച്ച കാര്യം നടക്കൂ. ആ, മതി മതി, ഇവിടെ. ഈ പാന്റിന്റെ ബട്ടൺ ഞാൻ ഇട്ട് തന്നാൽ എന്താ? മാനം പൊട്ടി വീഴുമോ? ഇതുകൊണ്ടൊന്നും തീരുന്നില്ല സാറേ. ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിയും ഒരാളുടെ സഹായം കൂടിയേ കഴിയും. ആ സഹായമൊക്കെ ഒരു ഭാര്യയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കേക്ക്. വേഗം ഒരു കല്യാണം കഴിക്കും. ജാനു, ഞാൻ പോണടി. ജാനു, ഞാൻ ഓഫീസ് വരെ പോകുന്നു. എഞ്ചിനീയർ സാർ ആള് പറഞ്ഞയച്ചിരുന്നു. ചിലപ്പോ ഡ്യൂട്ടിക്ക് ചേരാൻ പറയാനായിരിക്കും. ശരി ഏട്ടാ. പോട്ടെ. പറണം ചട്ടമ്പി സാറേ, എഞ്ചിനീയർ സാർ വിളിക്കുന്നു. ചെല്ലടാ. വരൂ വാസു, ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. നെവർ മൈൻഡ്, ഇരിക്കൂ. ഇപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ? വേറെ അസുഖമൊന്നുമില്ല സാർ. ഞാൻ എത്ര ശ്രമിച്ചാലും വാസുവിന് എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുമെന്ന് തോന്നില്ല. എങ്കിലും പറയേണ്ടത് എന്റെ ധർമ്മമാണല്ലോ. വാസു, ഞാൻ വാസുവിന് വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോട് വളരെയേറെ വാദിച്ചു നോക്കി. പക്ഷേ സാർ, എന്റെ ശുപാർശ അവർ സ്വീകരിച്ചില്ല. അതായത് വാസുവിന് ഈ പരിതസ്ഥിതിയിൽ ജോലിയിൽ തുടരാനാവില്ല. ഐ ആം സോറി.
കൊള്ളാം സാർ. അങ്ങനെ അവസാന യുദ്ധത്തിൽ നിങ്ങൾ തന്നെ ജയിച്ചു. എന്നോടുള്ള പക മുഴുവൻ മനസ്സിൽ കൊണ്ടു നടന്ന് തക്കം വന്നപ്പോ പകരം വീട്ടി. വാസു, ദൈവം ഇങ്ങനൊന്നും പറയരുത്. ഞാൻ അത്രക്കാരനല്ല. ഞാനും വാസുവിന്റെ ശത്രുവായിരുന്നില്ല, ഇനി ആവുകയുമില്ല. എന്നെ വിശ്വസിക്കൂ. സാരമില്ല സാർ. 2 കൈയും 2 കാലും പോയാലും ശരി, ഈ വാസു ജീവിക്കും. ഇവൻ മഹാ ചീത്തയാണ് സാർ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർ. വളരെ നന്ദി. സാറിന് ഞാൻ ഒരിക്കലും മറക്കില്ല. ചേട്ടാ, ചേട്ടന്റെ ജോലി നഷ്ടപ്പെട്ടല്ലേ ഉള്ളൂ, എന്നെ നഷ്ടപ്പെട്ടില്ലല്ലോ. ചേട്ടൻ എപ്പോഴും പറയാറില്ലേ ചേട്ടന്റെ വലിയ സ്വത്ത് ഞാനാണെന്ന്. വരൂ ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വിളിക്കുന്ന ഊളന്മാരുടെ കൂട്ടത്തിൽ ആണാപ്രധാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടാ ഈ പെണ്ണിനോട് മത്സരിച്ച് ജയിക്കും. തോറ്റുപോയാലുണ്ടല്ലോ കളിയാക്കി ചിത്തന്റെ ഒക്കെ വായിൽ വെക്കോട് കുത്തിയേറ്റാ. മാറി കേട്ടാ, മാറി നിൽക്കാൻ. ഇപ്പോൾ എവിടെ പോയടാ നിന്റെയൊക്കെ ചിരി? ഈ മനുഷ്യനെ നോക്കി ചിരിച്ച തെണ്ടികളെ നിങ്ങളോടാണ് ചോദിച്ചത്. നട്ടലില്ലാത്ത നാറികള്. വാ പോടാ. ചേട്ടാ, ഇന്ന് കമലാക്ഷി ചേച്ചി കാണിച്ച ധൈര്യം ഭയങ്കരം തന്നെ അല്ലേ? എപ്പോഴാണ് അവള് ധൈര്യം കാണിക്കാത്തത്? ചേട്ടനെയോ എന്നെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞ ചേച്ചിയുടെ വിധം മാറും. സ്നേഹമുള്ളവളാ. ഇപ്പോഴും ചേട്ടന്റെ കാര്യത്തിൽ എന്നെക്കാളും ശ്രദ്ധ ചേച്ചിക്കാം. അതൊന്നുമല്ല, കയ്യില്ലാത്തവനല്ലേ എന്ന് വിചാരിച്ച് അല്പം ദയവ് കാണിക്കുന്നു, അല്ലാതെന്താ? എങ്കിൽ പിന്നെ ഈ നാട്ടിൽ എത്രയോ പെൺപിള്ളേരുണ്ട്, അവരൊക്കെ ചേട്ടന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കാത്ത എന്താ? കമലാക്ഷി ചേച്ചി എന്റെ ചേട്ടന് ജീവനെ പോലെ കരുതും.
ചേച്ചി എന്നും ഈ വീട്ടിലുണ്ടാവണമെന്നാ എന്റെ ആശ. ജാനു, എന്താ ഏട്ടാ? നീ വളർന്നു പോയിടി. ഇന്നാണ് നീ ഒരു വളർന്ന പെണ്ണിനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. കൊള്ളാം, നടക്കട്ടെ. എന്നാ ഞാനിനി അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. ചേട്ടൻ കമലാക്ഷി ചേച്ചിയെ കല്യാണം കഴിക്കണം. തൊഴിലൊന്നുമില്ലാത്ത ഒറ്റക്കയ്യ കല്യാണം കഴിക്കാൻ പറ്റിയ സമയം. അതെ, കല്യാണം കഴിക്കാൻ പറ്റിയ സമയം തന്നെ. ഒരു പെങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് കമലാക്ഷി ചേച്ചി പറഞ്ഞത് എത്ര സത്യമാ. അനിയത്തി നിൽക്കുമ്പം ചേട്ടൻ എങ്ങനെ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിക്കണ്ട. പറയുന്നവര് പറയും. പക്ഷേ എന്റെ നില എനിക്കറിയാം. അപ്പോ നാട്ടുകാരെന്നെ നോക്കി ചിരിക്കുന്നത് നിനക്ക് കാണണം. ആരും ചിരിക്കാനൊന്നും പോകുന്നില്ല. കമലാക്ഷി ചേച്ചി ചേട്ടന്റെ അടുത്തിരിക്കുമ്പം ആർക്കെങ്കിലും ചിരിക്കാൻ ധൈര്യം വരുമോ? ചേച്ചി, ഞാനും എന്റെ ചേട്ടനും ആരോരുമില്ലാത്തവരാണ്. ഞങ്ങൾ അനാഥരായി വളർന്നു. അതുകൊണ്ട് എന്ത് പറ്റി? എനിക്ക് അപ്പനും അമ്മയും എല്ലാം എന്റെ ചേട്ടൻ തന്നെയാണ്. അതും എനിക്കറിയാം. അറിയാൻ മേലാത്ത വല്ലതും ഉണ്ടെങ്കിൽ പറ. ഇന്നെന്റെ ചേട്ടന്റെ സ്ഥിതി കാണുമ്പോ എന്റെ നെഞ്ച് പൊട്ടിപ്പോന്നു. ഇപ്പോഴെനിക്കൊരു ചേട്ടത്തെ കിട്ടിയ ചേട്ടനതൊരു വലിയ സഹായമായിരിക്കും. എനിക്കും ഒരു അമ്മയെ കിട്ടിയ പോലെ ഇരിക്കും. ഇതെന്തോന്നാ, കഥാപ്രസംഗമോ? എടി കൊച്ചേ, കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. ചേച്ചി, ഓ, എന്റെ ചേട്ടൻ ഒറ്റക്കയ്യനായതുകൊണ്ട് ചേച്ചി ചേട്ടനെ കല്യാണം കഴിക്കാൻ വയ്യാന്ന് പറയുമോ? ഈ കാര്യം നിന്റെ നാക്കിന്നോ നിന്റെ ചേട്ടന്റെ നാക്കിന്നോ ഒന്ന് വീണ് കിട്ടാൻ വേണ്ടി എത്ര ദിവസമായി ഞാൻ ഈ നടപ്പ് നടക്കുന്നു. ചേച്ചി, അയ്യോ, നിന്റെ ചേട്ടനെ കെട്ടിപ്പിടിക്കാൻ സ്ഥലം ബാക്കി വെച്ചേക്കണേ. സാർ, ജാനു, വരൂ. അമ്പലത്തിൽ വെച്ച് ചേട്ടൻ സാറിനെ കണ്ടിട്ട് മിണ്ടിയില്ല. സാർ വളരെ വിഷമിച്ച് മടങ്ങിപ്പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വിളിച്ചാൽ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചില്ല. അതുകൊണ്ട് പറയൂ. ചോറ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട്ടിലെ ഊണ് സാറ് കഴിക്കുമോ എന്തോ. അതെന്താ ജാനു അങ്ങനെ ചോദിച്ചത്? വേഗം വിളമ്പ്, നല്ല വിശപ്പ്. എന്താ നോക്കി നിൽക്കുന്നത്? വേഗം ഇലയിട്. എനിക്ക് വളരെ സന്തോഷമായി സാർ. ശരി, ചേട്ടന്റെ കല്യാണത്തിന് എനിക്ക് ഊണ് തന്നു. ജാനുവിന്റെ കല്യാണ സദ്യ എനിക്കെന്നുണ്ണാൻ കഴിയും? അതിന് സമയം കുറെ പിടിക്കും. അതെന്താ? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഉടനെ ഇനി ഒരു കല്യാണം കൂടെ നടത്താൻ പറ്റുമോ സാർ? ഓ,
സാർ ഊണ് കഴിക്കൂ. നിന്റെ മനസ്സിന്റെ നേരുകൊണ്ടാ കല്യാണം ഇത്രയും ഭംഗിയായിട്ട് നടന്നത്. അല്ല, നീ ഉറങ്ങിയോ? അമ്മേ, ഞാൻ പോട്ടെ. ഇന്ന് ഇവിടെ കിടക്കാം മോളെ. എനിക്ക് പോണം. ചേട്ടൻ എന്നെ അന്വേഷിക്കും. ഇന്ന് അമ്മയുടെ കൂടെ കിടക്കാം മോളെ. അവിടെ ഇന്ന് ചേട്ടനും ചേച്ചിയും മാത്രം മതി. വാ. ആയാലും നിനക്കിതേ ഓർമ്മയുള്ളൂ. അയല, കരിമീൻ, കുടംപുളി, വല്ലാത്ത തലയിലെഴുത്ത്. ഞാൻ വരുമ്പോ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുന്നു. ഇന്നത്തെ ദിവസം അങ്ങനെ ഉറങ്ങുന്നത് ശരിയാണോ? ഉണർത്താൻ വേണ്ടിയാ പാടിയത്. കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്തത്. വല്ലാത്ത ക്ഷീണം, കിടന്നതറിയാതെ ഉറങ്ങിപ്പോയി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഉറങ്ങാം. ആ ശരി, നിന്റെ പാട്ട് കച്ചേരിയെങ്കിലും നടക്കട്ടെ. ആ പിന്നെ ഒരു കാര്യം, കരിമീനിനെ പറ്റിയും കുടംപുളിയെ പറ്റിയും ഒന്നും പാടരുത്. നല്ലൊരു സിനിമാ പാട്ട് പാടും. എനിക്ക് ആ പാട്ട് മാത്രമേ അറിയാവൂ. ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ മതി. ഏത്? ആ മീൻകറി പാട്ടോ? നാറ്റം പിടിക്കാത്ത ഒറ്റപ്പാട്ട് നിനക്കറിയില്ല? ഇല്ല, അറിയാമെങ്കിലും ഞാൻ പാടത്തില്ല. എന്നാ അതെങ്കിലും പാടി തൊലയ്ക്ക്. ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞാലൊന്നും ഞാൻ പാടത്തില്ല. സ്നേഹമായിട്ട് പറയണം. എന്റെ പൊന്ന അയലക്കറിയല്ലേ, ഒന്ന് പാട്. ഇന്നു മുതൽ ചേച്ചി ജോലിക്ക് പോണ്ട, ഞാൻ പോകാം. അയ്യോ, അത് വേണ്ട, ഞാൻ തന്നെ പോവാം. നീ വേല എടുക്കാൻ പോകുന്നു നിന്റെ ചേട്ടൻ അറിഞ്ഞാൽ എന്നെ ശരിപ്പെടുത്തും. ചേട്ടൻ അറിയണ്ട, ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു. ചേട്ടന്റെ കാര്യങ്ങൾ നോക്കുക മാത്രമാണ് ഇനി ചേച്ചിയുടെ ജോലി. വേണ്ട ജാനു, എനിക്ക് പേടിയാവുന്നു. ഇത് കൊള്ളാം. എന്തിനാ എന്റെ ചേട്ടനെ കല്യാണം കഴിച്ചത്? കൈയില്ലാതെ വിഷമിക്കുന്ന എന്റെ ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? എന്നാലും എന്റെ ജാനു, ഇതിലൊരു തെറ്റും ഇല്ലേ ചേച്ചി. പോകെ പോകെ ചേട്ടനെ കൂടി നമുക്ക് സമ്മതിപ്പിക്കാം. കമലാക്ഷി, ചെല്ലേ. ഇങ്ങോട്ട് നോക്കി വിളമ്പ്. എനിക്ക് നാണം വരുന്നു. ഭവാനി, എന്തൊരു മറിമായം. സത്യമാണോ കമലാക്ഷി? നിനക്ക് നാണമോ? അതെ. ഭവാനി, ഇനി ചത്താലും വേണ്ടല്ലേ, ചമ്മന്തി ഒഴിക്കും. മുഖത്തെന്താ ഒരു പാട്? ഒന്ന് ചുമ്മാതിരിക്കേ. ഇന്നലെ രാത്രി ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. വലിയ മിടുക്കായി പോയി. ജാനോടെ ഇവിടെങ്ങാനും കാണും. എന്തെടുക്കുന്നു? ഇങ്ങോട്ട് വിളിക്കേ. അവൾ എപ്പോഴിങ്ങ് വരും. നീ എന്തിനാ വളച്ചൊടിക്കുന്നേ? എവിടെയാ അവൾ? പിന്നെ 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 പറയടി, എവിടെ പോയവൾ? പറയാം.
എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഇവളെ വേലയ്ക്ക് അയച്ച് നിന്നെ വെട്ടി 2 തുണ്ടാക്കണം. ഞാൻ ഇവളോട് 1000 പ്രാവശ്യം പറഞ്ഞു പോകരുതെന്ന്. ഇവള് കേട്ടില്ല. ചേട്ടൻ കയ്യില്ലാത്ത തെണ്ടിയായി പോയില്ലേ? ഇനി അവൻ കുടുംബം അങ്ങനെ പോറ്റും. അതുകൊണ്ട് ജോലി ചെയ്ത് അവനെ അവന്റെ ഭാര്യയും പോറ്റിക്കളയാൻ എന്റെ അനിയത്തി വിചാരിച്ചു. നമ്മുടെ അമ്മ മരിക്കുമ്പോ നിനക്ക് 2 വയസ്സേ ഉണ്ടായിരുന്നു. നീ ഉറക്കെ കരഞ്ഞപ്പോഴാണ് ഈ ചേട്ടൻ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി. 8ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ അധ്വാനം. നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ ചുമടെടുക്കാൻ പറ്റൂ. പക്ഷെ അതിനു മുമ്പ് ചേട്ടനെ കൊല്ലണം. സുഖമാണോ ജാനു? ചേട്ടൻ വീട്ടിലില്ല. ഇന്ന് ഞാൻ വന്നത് ചേട്ടനെ കാണാനല്ല, ജാനുവിനെ കാണാനാണ്. എനിക്ക് ജാനുവിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ജാനു, നിനക്ക് വിഷമം തോന്നരുത്, എന്നെ തെറ്റിദ്ധരിക്കുകയും വരുത്. നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ജാനു, 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 ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയോ? ഇല്ല. പിന്നെന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്. ശരി, ഞാൻ നാളെ തന്നെ വീട്ടിൽ വന്ന് നിന്റെ ചേട്ടനുമായി സംസാരിക്കാം. ജാനു, ഇവിടെ വാ. എടി, നിന്നെയാണ് വിളിച്ചത്, ഇങ്ങോട്ട് വരാൻ. കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ സംഭവിച്ചത്? പറവണ്ണ, എന്ത് പറ്റി? ജാനു, ജാനു, കാര്യം എന്താന്ന് വെച്ചാ പറയടി. പതുക്കെ പതുക്കെ. നാട് നീളെ നീ നടന്ന് കണ്ട സിനിമയൊക്കെയാണ് ഈ ഛർദ്ദിച്ചു വെക്കുന്നത്. രാമദ്രോഹി. അരസനെ നമ്പി പുരുഷനെ കൈവിട്ടു. അരസനുമില്ല പുരുഷനുമില്ല. നല്ലൊരു ചെറുക്കൻ അവനെ കൈവിട്ടല്ലോടി. രാമദ്രോഹി. അതുകൊണ്ട് ഒരു ഛർദ്ദന്. പതുക്കെ പതുക്കെ. വാസു, ഞാൻ വാസുവിനെ ഒന്ന് കാണാൻ വന്നതാണ്. എന്താ ആലോചിക്കുന്നത്? അദ്ദേഹത്തിനോട് കയറിയിരിക്കാൻ പറയൂ. വരണം. ഇരുന്നാട്ടെ. വാസു, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വാസുവിന്റെ മേലധികാരിയായിട്ടല്ല. എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മറന്ന് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം.
ഇത് കൊള്ളാമല്ലോ സാറേ. എന്റെ വീട്ടിൽ വന്ന് എന്നോട് തന്നെ ലോ പോയിന്റ് പറയുന്നു. ലോ പോയിന്റ് വാസു എനിക്ക് വെച്ചിരിക്കുന്ന പേരാണല്ലേ? എനിക്കറിയാം, ഓഫീസിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാസു, വലിയ ഉദ്യോഗം, വലിയ വീട്, വലിയ കാറ്, ഇതെല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഞാൻ അനാഥനാണ്. വാസുവിനോടും ജാനുവിനോടും എനിക്കൊരു പ്രത്യേകത തോന്നാനുള്ള കാരണവും അത് തന്നെയാണ്. വാസുവിന് സമ്മതമാണെങ്കിൽ ഞാൻ ജാനുവിനെ വിവാഹം കഴിക്കാം. വളരെയേറെ പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധ്യമല്ലെന്ന് പറയരുത്. ഇതിലും വലിയ ഭാഗ്യം ഞങ്ങൾക്ക് വരാനുണ്ടോ? ഇത്ര പെട്ടെന്ന് സാറിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാൻ കാരണം വല്ല പ്രേമോ മറ്റോ ആണോ? ഒന്നുമല്ല, ജാനുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. അങ്ങനെ പറയണം. പ്രേമിക്കാനെന്നുള്ള കിട്ടില്ല. എന്റെ അനിയത്തിയെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ജാനുവിനെ ഞാൻ ആഗ്രഹിക്കുന്നത്. വാസു സമ്മതിച്ചാൽ ഞങ്ങൾക്കൊക്കെ ഇതൊരു വലിയ കാര്യമല്ലേ സാർ? പെട്ടെന്ന് മറുപടി പറയാനൊക്കോ? ആലോചിക്കട്ടെ. ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. അത് വേണ്ട. സാറ് നാളെ രാവിലെ പങ്കിയക്കന്റെ കടയുടെ നടയിൽ വന്നാൽ മതി. ഞാനവിടെ കാത്തു നിൽക്കാം. ഉറക്കം വരുന്നില്ല അല്ലേ? എങ്ങനെ ഉറങ്ങും ചേച്ചി? വെറുതെ അതും ഇതും ആലോചിക്കാതെ നിന്റെ ചേട്ടൻ തീർച്ചയായും സമ്മതിക്കും. ചേട്ടൻ അദ്ദേഹത്തോട് സ്നേഹമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അത് ജന്മഗുണം. രാത്രിയിലുള്ളത് തൂത്താ പോമോ? ജാനു, നിനക്ക് എഞ്ചിനീയർ സാറിനെ ഇഷ്ടമാണോ? ആ, എങ്കിലേ കല്യാണം നടന്നിരിക്കുന്നു. ഉറങ്ങ് ഉറങ്ങ്. പാസോണെന്റെ മോഹത്തിന് എന്തൊരു വല്ലായ്മ. ആർക്കറിയാം? ഏതായാലും ആ മുഖത്തിന്റെ ഭാവം കണ്ടിട്ട് എന്തോ കാര്യമായി നടക്കുന്ന ലക്ഷണമുണ്ട്. എന്തോ കാര്യമായിട്ടുണ്ട്. എഞ്ചിനീയർ സാർ ഇരിക്കണം. ഒരു ടീ കഴിക്കുന്നു? വേണ്ട. പിന്നെ വാസു എന്ത് തീരുമാനിച്ചു? ശങ്കുണ്ണി, എന്താ വാസുണ്ണ? വാന്റെ അവിടെ വരാൻ. എഞ്ചിനീയർ സാർ, എനിക്ക് പണക്കാരെ വെറുപ്പാണ്. ഈ നിൽക്കുന്ന ശങ്കുണ്ണി പണക്കാരനല്ല, തെണ്ടിത്തിരിഞ്ഞ് നടന്നവനാണ്. കൂലിവേല ചെയ്തും ചോറ് പൊതി വെച്ചും ഇവൻ കഷ്ടപ്പെട്ട് സ്വന്തമായി ഉണ്ടാക്കിയതാണ് ആ മുറുക്കാങ്കട. എന്റെ പെങ്ങളെ ഞാൻ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വാസുണ്ണ, നീ ഒന്നും പറയണ്ട. പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടല്ലോ. നാളെ തന്നെ നിശ്ചയം നടക്കട്ടെ. നിന്റെ ബന്ധുവായിട്ട് ആരെങ്കിലും കാണുമല്ലോ, അയാളെ വിളിച്ചുകൊണ്ട് നാളെ വീട്ടിലേക്ക് വാ. എന്റെ പെങ്ങളെ ഞാനൊരു പാവപ്പെട്ടവനെ കൊടുത്തു.
ശങ്കുണ്ണി ജാനുവിനെ ജീവനെ പോലെ നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ? വാസുമായുള്ള ബന്ധം അവനൊരു താങ്ങാവുമെന്ന് കണ്ടോ? എനിക്കായാലും തൃപ്തിയാ. നീ എന്താടി നോക്കി നിൽക്കുന്നേ? അടുക്കളയിട്ടില്ലേ? ജാനുവിന്റെ കാപ്പിയും പലഹാരമൊക്കെ കൊടുത്തേക്ക്. ആ എവിടെ പോവാ? അതിങ്ങതാ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. ചേട്ടനൊന്ന് വിളിച്ചാലോ? ഞാൻ വിളി കേട്ടോളാം. നീ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ മതി. ഉടനെ തന്നെ വിവാഹം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. കാപ്പിയോട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ജാതകം കൂടെ നടത്തിക്കളയാം. കാപ്പി കുടിച്ചോ? പക്ഷെ ജാതകം കൂടെ വേണ്ട. കമലാക്ഷി. ആ കമലാക്ഷി തന്നെയാ പറഞ്ഞത് ജാതകം കൂടെ വേണ്ടെന്ന്. ജാനുവെന്ന് വിളിക്കാൻ 7 മുഴം നാക്കുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോഴവളെ അന്ധകാരത്തിലേക്ക് തള്ളിവിടാൻ പോകുന്നല്ലേ? എന്റെ അനിയത്തിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ എന്റെ ഭർത്താവാണെങ്കിൽ ഭർത്താവിനെ അനുസരിക്കുക മാത്രമല്ല ഒരു ഭാര്യയുടെ ജോലി. ഭർത്താവ് വിവരക്കേട് കാണിച്ചാലേ ഗുണദോഷിക്കാനും അവൾക്ക് അവകാശമുണ്ട്. ജാനുവിനെ ഈ കോന്തച്ചാറിനെ കെട്ടിവിടുക്കുമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. എന്നാൽ എനിക്കതൊന്ന് അറിയണം. അമ്മാവനെ തൽക്കുറിയും എടുക്കും. നിനക്ക് ഇത്ര ധിക്കാരോ? നിന്നെ വക വരുത്തിയിട്ട് ഞാൻ നടക്കും. എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കും. എനിക്ക് പിടിക്കാത്ത കോടീശ്വരനായാലും ശരി, എന്റെ ചെരുപ്പിന് സമമാണ്. ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല. പിന്നെ അതിനെ പറയുന്നു. നിന്നെ ഞാനിന്ന് കൊല്ലും. ചേച്ചി ഉപദ്രവിക്കരുത്. ചേട്ടൻ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. എടേ അങ്ങേർക്കോ ഭ്രാന്ത് പിടിച്ചു. നിനക്കോ അത് പകർന്നു. ചേച്ചി വരും. ചേട്ടന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശങ്കുണ്ണി, നീ പേടിക്കണ്ട. എന്റെ അനിയത്തെ നീ തന്നെ കല്യാണം കഴിക്കും. സാർ വലിയ പഠിച്ച ആളാണല്ലോ. സാറിന്റെ പഠിപ്പുകൊണ്ട് സാറിന് പോലും പ്രയോജനമില്ലാതെ പോയല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം സാറിന് മനസ്സിലാക്കാൻ. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഞാനും ഇപ്പൊ എന്റെ കിടക്കമുറിയിൽ ഇരുന്നേനെ. കളസവും വിട്ട് ജീപ്പുമായി നടന്നങ്ങ് പ്രേമിച്ചാ പോരാ. പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കാനുള്ള തന്റെ ഇടമാണിനുണ്ടായിരിക്കണം. വാസുവിന്റെ അനുവാദമില്ലാതെ ജാനുവിനെ ഞാൻ രഹസ്യമായി വിവാഹം ചെയ്യണം എന്നല്ലേ കമലാക്ഷി പറഞ്ഞു വരുന്നത്? പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുക, രഹസ്യമായി കല്യാണം നടത്തുക, ഇതെല്ലാം വിദ്യാഭ്യാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ആഹാ, അങ്ങനെയാണെങ്കിലേ പഠിച്ചവരൊന്നും പ്രേമിക്കാനും പാടില്ല സാറേ. സാർ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. സാറിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് പിടിവാശിക്കാരനായ എന്റെ ഭർത്താവ് ആ മുറുക്കാൻ കടക്കാരനെ ജാനുവിനെ പിടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. സാറ് ശരിക്കും ഒരാളാണെങ്കിൽ പലതും ചെയ്യാൻ കഴിയും. പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണ്. താണ നിലത്തെ നീരോടും. എന്റെ ജാനുവിനാ തെറ്റിപ്പറ്റിപ്പോയത്. ഇനിയെല്ലാം വിധി പോലെ നടക്കട്ടെ. സാറിന്റെ പഠിപ്പും തലയും വെച്ച് അവിടെ ഇരുന്നോണം. ശങ്കുണ്ണി, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ. താൻ ആരാ? മണവാളനോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ മാടത്തിലിരുന്നോളണം. ആ, ജാനുവിനെ കെട്ടാൻ വന്നിരിക്കുന്നു ഒരു കൊരങ്ങൻ. താൻ ഇന്നേ വരെ കണ്ണാടി തന്റെ മോൻ കണ്ടിട്ടില്ലേ? ചുമ്മാ കമലാക്ഷി എന്ന് വിലക്ക് പറയരുത്. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ജാനുവിനെ കെട്ടുന്നത്, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ആ, ഭർത്താവ് അങ്ങനെ പറഞ്ഞാലേ ഭാര്യ ഇതാ ഇങ്ങനെ പറയുന്നു. കല്യാണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നാലേ ഒന്ന് കുഴിച്ചു മുടിക്കളയും. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവനും കയ്യിലോരോ ചൂലുമായി വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. ചെവിക്കുന്നുള്ളിക്കോ? വരടി. കല്യാണം കഴിച്ചില്ലെങ്കിൽ വാസുകൊണ്ട് എന്നെ കൊല്ലും. കല്യാണം കഴിച്ചാൽ കമലാക്ഷി അമ്മ കൊല്ലും. ഏതായാലും എന്റെ ഗതി പോക്ക് തന്നെ. ഒരു 50 പേർക്കെങ്കിലും ഊണൊരുക്കണ്ടേ? 50 പേർക്കോ? 75 പേർക്കെങ്കിലും കരുതണം. അടപ്രഥമനോ കടലപ്രഥമനോ? രണ്ടും ഇരിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടർക്ക് പത്തിരി ഇറച്ചും സ്പെഷ്യലായി വേണം. അതിന്റെ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. ആ ശരി, നിങ്ങൾ കൊട്ടിലും മണ്ഡപവും ശരിയാക്കുക. ഞാൻ മറ്റു കാര്യങ്ങൾ നോക്കട്ടെ. കളസവും വിട്ട് ജീപ്പുമായി നടന്ന് പ്രേമിച്ചാ പോരാ. പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കാനുള്ള തന്റെ ഇടം ആണിനുണ്ടായിരുന്നു.
ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. നിന്റെ ചേട്ടന്റെ മനസ്സ് മാറുന്നില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ തെറ്റ് എനിക്ക് ചെയ്യേണ്ടി വരും. നീ എന്നെ അനുസരിച്ചാൽ മാത്രം മതി. പറയൂ ജാനു, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ? പറയൂ ചേച്ചി. ഇതെന്തിരിപ്പായിരിക്കുന്നത്? ഇത്ര വേഗം തളർന്നുപോയോ? ഇരുട്ടി വെളുത്ത ഉടനെ കല്യാണോ? തോമച്ച, നീയല്ലേ മാലയുടെ കാര്യമായിട്ടത്? സമയമാകുമ്പോ മാലയൊക്കെ വരുവണ്ണ. കാതറെ, തേങ്ങയെല്ലാം കൊണ്ടുവന്നോ? കൊണ്ടുവരാമണ്ണ. ആ, കൈ പോയെന്ന് വെച്ച് ഞാൻ നിന്റെ ഒക്കെ കാല് പിടിക്കുന്നു വിചാരിക്കരുത്. സമയമാകുമ്പോ എല്ലാ തെണ്ടികളും തനിയാറാൻ കാണിക്കും. വാസുകൊണ്ട് അങ്ങനെ നീ ബഹളം വയ്ക്കുന്നതിനാ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അന്നം പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. കാര്യം ഞങ്ങൾ ഏറ്റെണ്ണ. ജാനു, 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 തോമാച്ച, തോമാച്ച, തോമാച്ച. കാതറെ, കാതറെ, കൊച്ചു കാതറെ. വാസുണ്ണൻ സൂക്ഷിച്ചു നോക്കുന്നത്? ഇന്നലെ വരെ വാസുണ്ണൻ പറഞ്ഞതല്ലേ ഞങ്ങൾ അനുസരിച്ചു. ജാനുവിന്റെ കല്യാണ കാര്യത്തിൽ കമലാക്ഷി ചേച്ചി പറയുന്നത് ഞങ്ങൾ അനുസരിക്കും. വാസുണ്ണന്റെ അനിയത്തി ഞങ്ങളുടെ അനിയത്തിയാ. വാസുകുട്ടാ, ദേഷ്യവും വാശിയും കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വാ. അണ്ണന് പെങ്ങളോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഒന്ന് കല്യാണം നടത്തി തരണം. ഞങ്ങളെല്ലാരും ജാനുവിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഈ വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ആര് വിചാരിച്ചാലും അത് തടയാൻ സാധ്യമല്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ വീട്ടിൽ കയറ്റിയില്ലെന്ന് വരും. സാരമില്ല, ഞാൻ കല്ല് ചുമന്ന് ജീവിച്ചോളാം. പക്ഷെ ജാനുവിന് ഒരു നല്ല ജീവിതം കിട്ടും. എനിക്കത് മതി. വരൂ ജാനു, മുഹൂർത്തത്തിന് സമയമായി. ജാനു, ഞാൻ വിശ്വസിച്ചിരുന്ന എന്റെ ഭാര്യ, എന്റെ കൂട്ടുകാർ, അവരെല്ലാം എന്നെ മറികടന്നു പോയി. അവർ പോട്ടെ. പക്ഷെ നീ എന്റെ കൂടപ്പിറപ്പാണ്, എന്റെ രക്തം. നീ എന്നെ താണ്ടിപ്പോയാൽ പിന്നെ എനിക്ക് ജീവിതമില്ല. ഇവർ പറയുന്നത് കേട്ട് നീ എന്നെ വിട്ടുപോകും. പറയൂ ജാൻ, നീ എന്നെ തള്ളിക്കളയും? അതോ കൈയില്ലാത്ത ഈ ചേട്ടനെ കൊണ്ട് ഇനി എന്ത് പ്രയോജനമെന്ന് വിചാരിക്കുകയാണ്? ഇപ്പോ എന്റെ ഒരു കയ്യെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ നീ എന്നെ വിട്ടുപോയാൽ എന്റെ ജീവനും എനിക്ക് നഷ്ടപ്പെടും. നിന്റെ ചേട്ടൻ വെറും ഒരു ശവമാകും. ജാനു,
ഇപ്പൊ നീയൊക്കെ എന്ത് പറയുന്നതാ? ഇതാരാണെന്നറിയാമോ? ജാനു, എന്റെ ഒരേ ഒരു പെങ്ങൾ. അവൾക്ക് ചേട്ടൻ മാത്രം മതി എന്ന് കാണിച്ചെന്നില്ലടാ. മാനമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചാവിനടാ. ഒളിച്ചോടി പോകുന്ന പെണ്ണല്ലടാ ഇവൾ. വാസുന്റെ അനിയത്തിയാണ് ജാനു, വാസുന്റെ അനിയത്തി. എഞ്ചിനീയർ സാർ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഞാൻ പഠിച്ചവനല്ല, തെണ്ടിത്തിരിഞ്ഞ് വളർന്നവനാണ്. പക്ഷെ ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്തിരുന്നത് പോലും എന്റെ അനിയത്തിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ നിങ്ങളെ വെറുത്തപ്പോ അവൾ നിങ്ങളെ സ്നേഹിച്ചു. എങ്കിലും എല്ലാത്തിലും വലുത് അവളുടെ ചേട്ടനാണെന്ന് അവൾ തെളിയിച്ചു. ആ അഭിമാനം മാത്രം മതി സാർ. വാസു, അവൾക്ക് എല്ലാരെക്കാളും വലുത് ഞാനാണെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാനല്ലാതെ മറ്റാരുണ്ട് ഈ ഭൂമിയിൽ? അതുകൊണ്ട് എന്റെ അനിയത്തിയെ ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. വാസു, വാഴയുടെ മഴ, ഞാൻ ചത്താലും എന്റെ ജാനുവിന് ചേട്ടനുണ്ടായിരിക്കുമെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ.